മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുക വിവിധങ്ങളായിട്ടുള്ള 3 സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോയാണ്. ഒന്നാമതായി, താൻ ഭവനത്തിലായിരിക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ. രണ്ടാമതായി, വളരെ കുറച്ച് ആളുകളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ. മൂന്നാമതായിട്ട്, വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ. ഈ 3 അത്ഭുതങ്ങളും തമ്മിൽ ഒരു സാമ്യമുണ്ട്. കാരണം ഇവ 3ഉം മറ്റുള്ളവരുടെ കുറവുകൾ നികത്തുന്ന അത്ഭുതങ്ങളായിരുന്നു. അന്ധത എന്ന കുറവ്, മൂകത എന്ന കുറവ്, അതുപോലെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വലഞ്ഞവരുടെ കുറവുകൾ. ഈ കുറവുകൾ നികത്തുന്ന ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആദ്യമായി, നമ്മുടെ എല്ലാം കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകൾ നമ്മൾ നികത്തണമെന്ന പാഠം. രണ്ടാമതായി, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ, അയൽവാസികളുടെ, ബന്ധുമിത്രാദികളുടെ എല്ലാം കുറവുകൾ നികത്തണം എന്ന പാഠം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കുറവുകൾ നികത്തുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലോട്ടൊക്കെ കടന്നു വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കുറവുകൾ നികത്തേണ്ടത്? അതിനായി ഈശോ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് സ്നേഹം. സ്നേഹത്തോടെയുള്ള ക്ഷമയിലൂടെ മറ്റുള്ളവരുടെ കുറവുകൾ നികത്താനായിട്ട് നമുക്ക് സാധിക്കും. പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സ്നേഹപൂർവ്വമുള്ള ക്ഷമ മറ്റുള്ളവരുടെ തലയിൽ കനൽ കൂന കൂട്ടും. അതിനാൽ സ്നേഹത്തോടെ മറ്റുള്ളവരെ നേടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.